മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ പോത്തൻകോട് ശാന്തഗിരിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. ഇപ്പോൾ കാഴ്ചയുടെ വിസ്മയം ഒരുക്കുന്ന ശാന്തഗിരി ഫെസ്റ്റ് പുരോഗമിക്കുന്നതിനിടയിലാണ് ക്രിസ്മസ് വന്നെത്തുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്ന് ഫ്ലവേഴ്സിലെ കോമഡി താരങ്ങളായ പുടിയൻ കൊച്ചാട്ടനും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി ഷോയും ഇന്ന് അരങ്ങേറും. സലിം മാലിക് ഒരുങ്ങും വച്ചിരുന്നു. സലിം, ഇപ്പോൾ ഇന്ന് പുടിയൻ കൊച്ചാട്ടൻ ഒരു പൊടി പൊടിക്കും വൈകിട്ട് അല്ലേ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ് സലിം. കാശ്മീർ ഹാപ്പി ക്രിസ്മസ്. ഞാൻ നിൽക്കുന്നത് ശാന്തിഗിരിയിലാണ്. ശാന്തിഗിരി മതസൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മാനവികതയുടെ വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഒരുപാട് കുട്ടി സാന്റാമാർ, അതിൻ്റെ മുൻപിൽ ഒരു വലിയ സാന്റയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശാന്തിഗിരി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിനിടയിലാണ് അവർ ഒരു ക്രിസ്മസ് കേക്ക് കട്ടിംഗ് ഇപ്പോൾ നടത്തുന്നത്. വലിയ ആഘോഷം ഇന്നത്തെ ദിവസവും ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യം ആ ചടങ്ങിലേക്ക് കടക്കാം. കേക്ക് മുറിക്കാം സ്വാമി, കേക്ക് മുറിക്കാം. അതെ, ഈ കേക്ക് മുറിക്കാണ്, ക്രിസ്മസ് കേക്ക് മുറിക്കാണ്. ഒരുപാട് കുട്ടി സാന്റാമാർക്കൊക്കെ ഒപ്പമാണ് ഇന്നത്തെ കേക്ക് മുറി. വലിയ ആഘോഷത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടിയാണ് കേക്ക് മുറി. അത് വലിയൊരു സന്ദേശം കൂടി ശാന്തിഗിരി പങ്കുവയ്ക്കുകയാണ്. അത് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ്, അത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശത്തിനിടയിൽ തന്നെ ഇന്ന് ഈ ശാന്തിഗിരി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിസ്മയങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കുട്ടികൾക്ക് ഇന്നു മുതൽ സൗജന്യ പാസ് എന്നുള്ളത് കൂടി ഇന്നു മുതൽ ഈ ക്രിസ്മസ് ദിനത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് മുതൽ ഈ അടുത്ത ജനുവരി 1-ാം തീയതി വരെയും 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും ഈ ഫെസ്റ്റ് നടക്കുന്നിടത്ത് മുഴുവൻ കുട്ടികൾക്കും സൗജന്യ പാസ്, അവരുടെ സ്കൂൾ ID കാർഡ് മാത്രം കാണിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഫ്ലവേഴ്സിലെ കോമഡി താരങ്ങളായ പൊടിയൻ കൊച്ചേട്ടനും ടീമും, അത് സോഷ്യൽ മീഡിയയിലേക്ക് വലിയ തരംഗമാണ്. അവരുടെ ഓരോ വീഡിയോസിനും മില്യൺ വ്യൂസും ലൈക്കും ഒക്കെയാണ് പോകുന്നത്. അവരാണ് ഇന്ന് ശാന്തിഗിരിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കോമഡി മേളം ഇന്ന് ഉറപ്പായും കാണാൻ കഴിയും. അങ്ങനെ വലിയ ആഘോഷ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വലിയ ഫ്ലവർ ഷോ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി തന്നെ വലിയ കാഴ്ചകൾ, വലിയ വിസ്മയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ശ്യാം പ്രസാദ് നയിക്കുന്ന കൽക്കി ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോയും ഇന്നത്തെ ഫെസ്റ്റിന്റെ ഭാഗമാണ്. നമുക്കിപ്പോൾ ഇന്നത്തെ പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് പറയാം. ഇന്ന് ഈ ഞാനിപ്പോൾ പറഞ്ഞതല്ലാതെ വലിയ വിസ്മയങ്ങൾ, വലിയ സ്വീകരണം ഇതിനോടകം തന്നെ ശാന്തിഗിരി ഫെസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ മറ്റു പ്രത്യേകതകളൊക്കെ എന്താ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ക്രിസ്മസ് വളരെ നല്ല രീതിയിൽ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ച മാതിരി ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു ക്രിസ്മസ് സമ്മാനമാണ് ഈ ഫെസ്റ്റിലോട്ട് അവരുടെ ഫ്രീ എൻട്രി എന്നുള്ളത് തന്നെ. ഏതാണ്ട് നമ്മളൊരു 2-3 ലക്ഷം കുട്ടികളെ ഈ 3 ജില്ലകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതാണ് ക്രിസ്മസ് ദിനത്തിൽ ശാന്തിഗിരി ആശ്രമം കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. എന്തായാലും അടിപൊളിയാക്കും. കേക്ക് കഴിച്ചോ? എന്താ കഴിക്കാൻ പോകുന്നത്? അപ്പോൾ ഹാഷ്മി, കുട്ടികളൊക്കെ കേക്ക് കഴിക്കാൻ പോവുകയാണ്. വലിയ സന്തോഷത്തിലാണ് ഇവർ. കാരണം അത് ഈ ശാന്തിഗിരി ടീമിനും വലിയ സന്തോഷമുണ്ട്. കാരണം ഈ മാസം 20-നാണ് ഈ ശാന്തിഗിരി ഫെസ്റ്റ് തുടങ്ങുന്നത്. അതിനുശേഷം കഴിഞ്ഞ 24 വരെ, ഇന്നലെ വരെയും വലിയ തിരക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മുതൽ അതിനേക്കാൾ അധികം തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. അതിനോടൊപ്പമാണ് കുട്ടികൾക്കുള്ള സൗജന്യ പാസ് കൂടി ഒരുക്കുന്നത്. എന്തായാലും ക്രിസ്മസ് തകർക്കുകയാണ്. അത് ഇത്തവണത്തെ ക്രിസ്മസ് വലിയ ഒരുപാട് കുടുംബങ്ങൾ എന്തായാലും ശാന്തിഗിരിക്കൊപ്പമാകും ആഘോഷിക്കുക എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ് ശാന്തിഗിരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശാന്തിഗിരി നമുക്കറിയാം ഒരുപാട് ചരിത്ര പൈതൃകം പേറുന്ന ഒരാശ്രമമാണ്. പഴയ കരുണാകര ഗുരുവിൻ്റെ കാലം മുതൽക്കുള്ളത്. പണ്ട് OV വിജയൻ്റെ ഗുരുസാഗരമൊക്കെ വായിച്ചിട്ട് അപ്പോൾ OV വിജയനും കരുണാഗുരുവിനും തമ്മിലുള്ള വലിയ ആത്മബന്ധത്തിൻ്റെ ഒരു കഥ പറയുന്ന നോവലാണ് ഗുരുസാഗരം. എന്താണ്, നേർക്കുനേർ അല്ലെങ്കിൽ കൂടിയും അത് വായിച്ചിട്ട് പ്രചോദിതനായി പണ്ട് ശാന്തിഗിരിയിലൊക്കെ പോയ കാര്യം ഓർക്കുകയാണ് വർഷങ്ങൾ, ഇയേഴ്സ് ബാക്ക്.